എം വിൻസെന്റ് എം എൽ എ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം വിൻസെന്റ്, ഒരു മാസത്തിലധികം നീണ്ട മന്ത്രിസഭയുടെ യാത്രയാണ് നാളെ സമാപനത്തിലേക്ക് കടക്കുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. ജനങ്ങളുടെ പരാതികൾ അത് വളരെ വേഗത്തിൽ പരിഹരിക്കുക, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന തരത്തിലൊക്കെയായിരുന്നു ഈ യാത്ര നടത്തിയത്. പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ ഈ യാത്ര സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ആ വിജയങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ടോ? പൂർണ്ണമായും ഒരു വിവാദത്തിൽ മുങ്ങിപ്പോയ ഒരു യാത്രയായി പോയോ? ഈ യാത്ര തുടക്കത്തിൽ തന്നെ അതിന്റെ പേര് ഉപേക്ഷിക്കപ്പെട്ട ഒരു യാത്രയാണ്. നവവുമില്ല കേരളവുമില്ല. നവകേരളം ഇല്ലാത്ത ഒരു ജാഥയാണ് ഇവർ നടത്തുന്ന ജാഥ. ഈ ജാഥ ഒരു അക്രമ ജാഥയായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഗുണ്ട ജാഥ സദസ്സായി ഇത് മാറുകയാണ് പലപ്പോഴും. ഇവിടെ പങ്കെടുക്കുന്ന സദസ്യരുടെ നോക്കുമ്പോൾ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സദസ്സാണ്. കുടുംബശ്രീക്കാരെ നിർബന്ധിച്ച് നിങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് വേണമെങ്കിൽ, മാച്ചിങ് ഗ്രാന്റ് വേണമെങ്കിൽ മര്യാദയ്ക്ക് ഈ സദസ്സിൽ പങ്കെടുത്തുകൊള്ളണം എന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ നിയോജക മണ്ഡലത്തിലും 50,000-ന് മുകളിൽ കുടുംബശ്രീ അംഗങ്ങളുണ്ട്. ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി നാം ഒരു 4, 5, 5,000 കുടുംബശ്രീ അംഗങ്ങൾ, 10% കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് ഇതൊരു വലിയ വിജയമാക്കി ഇവർ ചിത്രീകരിക്കുന്നത്. അവിടെ പരാതി പരിഹരിക്കുന്ന, പരാതി ഉണ്ടാക്കിയിട്ട് പരിഹരിക്കുന്ന ചില പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോ AAY കാർഡുള്ള ആളുകൾക്ക് ആ കാർഡിനെ പ്രയോറിറ്റിയിലേക്ക് മാറ്റും. എന്നിട്ട് സഖാക്കൾ അവരുടെ വീട്ടിൽ പോയി പറയുകയാണ്, നിങ്ങളൊരു അപേക്ഷ ഇവിടെ കൊടുത്താൽ, നവകേരള സദസ്സിൽ കൊടുത്താൽ അത് പരിഹരിക്കും. ഇതാണ് മാർഗം. അതുപോലെ തന്നെ വാട്ടർ ചാർജ്, ഭീമമായ വാട്ടർ ചാർജ്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 ലക്ഷം രൂപ ഒരാൾക്ക് വാട്ടർ ചാർജ് അടിച്ചുകൊണ്ട്, എന്നിട്ട് അയാളുടെ വീട്ടിൽ സഹാക്കൾ പോയി പറയാണ്, നവകേരള സദസ്സിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഇത് പരിഹരിക്കപ്പെടും. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അത് ശരിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ അവർ പറയും, ഞങ്ങൾ ഇത്ര പരാതികൾ പരിഹരിച്ചു എന്ന് പറയും. ആദ്യം പരാതിക്ക് ആധാരമായ വിഷയം ഇവരുണ്ടാക്കുകയാണ്. നവകേരള സദസ്സിന് വേണ്ടി മാത്രം കുറെ പരാതിക്ക് ആധാരമായ വിഷയങ്ങൾ ഉണ്ടാക്കി അത് പരിഹരിക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഈ നവകേരള സദസ്സിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത്, സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രോശങ്ങളും വെല്ലുവിളികളുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഒരു യോഗത്തിൽ നടക്കുന്ന അതേ പ്രസംഗങ്ങളാണ്, അതിനെപ്പോലും നാണിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണം പിരിച്ച് സർക്കാരിന്റെ സംവിധാനങ്ങളും സർക്കാരിന്റെ ഓഫീസുകളും സർക്കാരിന്റെ സ്കൂളുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിലും അവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മുഴുവൻ രാഷ്ട്രീയമായ പ്രചരണങ്ങളാണ്. നാടിന്റെ നന്മയ്ക്കുതകുന്ന ഒരു കാര്യവും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കുന്നില്ല, ജനങ്ങളുടെ പരാതി കേൾക്കുന്നില്ല, കാണുന്നില്ല. ജനങ്ങളിൽ നിന്ന് 200-300 മീറ്റർ അകലത്തിൽ സ്റ്റേജ് കെട്ടി നടത്തുന്ന ഒരു പരിപാടി, ഒരു പ്രഹസന പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്.